ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് OTT റിലീസുകളുമായിട്ടാണ്. ഞായറാഴ്ച ചെയ്യുന്ന വീഡിയോ ആണ് സാധാരണ. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയൊരു വീഡിയോ ആണ്. ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ മെയ് മാസം 4-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. 39ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തത് ഒരു സീരീസ് ആണ്, ഒരു കൊറിയൻ ഡ്രാമ സീരീസ് ആണ്. ലൈഫ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൊറിയൻ ഹിന്ദി ഭാഷകളായിട്ട് MX പ്ലെയറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്, മലയാളം മൂവിയാണ്. വടക്കൻ എന്ന് പറഞ്ഞ സിനിമ Amazon പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്തായിരുന്നു ആദ്യം റിലീസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ത്യയിലും ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത സിനിമ റൊമാൻറ്റിക് ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്, തെലുങ്ക് മൂവിയാണ്. 28 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ Amazon പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവി തന്നെയാണ്. പിന്നെ ട്രിങ് ട്രിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ഇംഗ്ലീഷ് ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, ഗ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ സിനിമ. Amazon പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ബെസ്റ്റ് ക്രിസ്മസ് പാഗിയൻഡ് എവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇറ്റാലിയൻ മൂവിയാണ്, ദ ലാസ്റ്റ് നൈറ്റ് ഓഫ് അമോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇറ്റാലിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് Amazon പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു, ബ്രഹ്മാൻസ് എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ കോമഡി സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു ഫ്രഞ്ച് സീരീസ് ആണ്. ആസ്ട്രിക് ഒബ്ലിക്സ് ദ ബിഗ് ഫൈറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് ദ ബിഗ് ഫൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ, ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ത്രില്ലർ മൂവിയാണ്, കോൾഡ് വാലറ്റ് എന്നാണ് സിനിമയുടെ പേര്. Amazon പ്രൈമിൽ ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ജർമ്മൻ മൂവിയാണ്, എക്സ്റ്ററിറ്റോറിയൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജർമ്മൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്, രുദ്രവീണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്, സമാറ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റഹ്മാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. Amazon പ്രൈമിലും അതുപോലെ തന്നെ മലയാളം മാക്സിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ദ ഗേൾ ഇൻ ദ ട്രങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്, ദ എക്സ്റ്റേണന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സ്പാനിഷ് മൂവി തന്നെയാണ്, ഒരു ഹൊറർ ഫാന്റസി ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ്, ദ സ്ലീപ്പിംഗ് വുമൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ Amazon പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കോമഡി ക്രൈം ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, അനദർ സിമ്പിൾ ഫേവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് Amazon പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്, കൊസ്റ്റാവോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നവാസുദ്ദീൻ സിദ്ദീഖ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബയോഗ്രഫി മൂവി കൂടിയാണ് ഈ സിനിമ. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്, വരുൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്, ദ ബിഗസ്റ്റ് ഫാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്, മുത്തയ്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്, കരബറ്റ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്, EMI എന്ന് പറഞ്ഞ സിനിമ. ടെൻഡിക്കോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്, ഔസേപ്പിന്റെ ഒസ്യത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Amazon പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്, ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ലവ് കിൽസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവിലാണ് ഈ സിനിമ, ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്, 10 മാസം എന്നാണ് സിനിമയുടെ പേര്
പേര് വരുന്നത്. ഈ ഒരു സിനിമ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്, ഡ്രാമയുമായി ബന്ധപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആയേ സിന്ദഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ്, C5 യൂട്യൂബിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫാന്റസി ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കന്നഡ മൂവിയാണ്. കലാപത്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കാലപത്തർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്, ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കുൾ ദ ലെഗസി ഓഫ് ദ റൈസിംഗ്സ് ആണ് സിനിമ സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സീരീസ് ഞാൻ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ്. ലാലണ്ണാസ് സോങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, മലയാളം ഭാഷകളായിട്ട് ഈ ഒരു ഡ്രാമ, മിസ്റ്ററി, ഫാന്റസി, ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മുബി OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാർവതി തിരുവോത്തമൻ, റിമ കല്ലിങ്കലൊക്കെ പ്രധാന വേഷം കൈകാര്യം ഷോർട്ട് മൂവിയാണ്. ഓക്കെ, അടുത്തത് ഒരു വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വാലിയന്റ് 1 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. എബനെസർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മറാത്തി മൂവിയാണ്. മുക്കം പോസ്റ്റ് ഡിവാച്ചിഗർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മറാത്തി ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ 4 സീസൺസ് ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസൺ ആണ്. 8 എപ്പിസോഡ് നടക്കുന്ന സീരീസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ വിഭാഗത്തിലുള്ള ഒരു സിനിമയാണ് ദ മങ്കി എന്ന് പറയുന്ന സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തുർക്കിഷ് മൂവിയാണ്. ലവ് സീസൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തുർക്കിഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫൈറ്റ് നൈറ്റ് ദ $1 മില്യൺ ഹേസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പരമൻ എന്ന് പറഞ്ഞ തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സൺനെക്സ്റ്റിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ ഡ്രാമ, റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സമുദ്രഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു മൂവി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ മെയ് മാസം 4-ാം തീയതി വരെ റിലീസ് ചെയ്തായിട്ടുള്ളത്. 39 റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിലൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.